നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഞാൻ അനൂപ് മോഹനൻ. കൊച്ചി മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുമെന്ന മന്ത്രി റോജി എം ജോൺ. നാളെ കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകില്ല. കോടതി വിധി പ്രതികൂലമായാൽ ന്യായമായ പുനരധിവാസ പാക്കേജ് നടപ്പാക്കും. കോടതി ഉത്തരവ് വരെ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്നും സമവായ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഗവൺമെൻറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. AGക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തും. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായി വിധി ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോടതി വിധി എതിരാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ ഉറപ്പും സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതേസമയം വാക്കാലുള്ള പ്രസ്താവന മാത്രമാണ് മന്ത്രിയുടേതെന്ന് മുൻ MLA PV ശ്രീനിജൻ വിമർശിച്ചു. പോലീസ് വരാതിരിക്കാൻ നിയമപരമായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നാളെ കുടിയൊഴിപ്പിക്കലിന് അഭിഭാഷക കമ്മീഷനെത്തിയാൽ പ്രതിരോധിക്കുമെന്നും ശ്രീനിജൻ പറഞ്ഞു. നാളെ പോലീസ് വരാതിരിക്കുന്ന ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം മുനിസിപ്പൽ കോടതിന് ഉണ്ടാകണം. അങ്ങനെ സോഫാർ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളതായിട്ട് മന്ത്രി പറഞ്ഞിട്ടില്ല. മന്ത്രി വാക്കാല് പറഞ്ഞത് പോലീസ് വരില്ലെന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഞങ്ങൾ സമരസമിതി അത് സംശയിക്കുന്നുണ്ട്. നാളെ വീണ്ടും അഭിഭാഷക കമ്മീഷൻ വരുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് എങ്ങനെ ആയിരിക്കുന്നു, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പക്ഷേ വലിയ നടപടിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പോലീസ് ഗവൺമെന്റ് പറയുന്ന അപ്പുറം പോകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ എന്നാൽ പോലും നാളെ ഇങ്ങനൊരു ത്രെട്ട് അഭിഭാഷക കമ്മീഷൻ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ജനകീയ സമിതി ഞങ്ങളിതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും. സർക്കാർ ഇടപെട്ടതിൽ സന്തോഷമെന്ന് കുടുംബങ്ങൾ പ്രതികരിച്ചു. കോടതിയിൽ നിന്ന് അനുകൂല വിധി വരുമെന്നാണ് പ്രതീക്ഷ. മലയിടം തുരുത്തിൽ നിന്ന് മറ്റ് എങ്ങോട്ടും പോകില്ലെന്നും ഇവർ പറഞ്ഞു. തിങ്കളാഴ്ച ഹൈക്കോടതി ഒരു കേസ് ഫയൽ ചെയ്യും. ആ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാരങ്ങളും കാര്യങ്ങളും റെക്കോർഡുകളും ഹാജരാക്കി നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രോപ്പർട്ടി നല്ല രീതിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അഥവാ എന്തെങ്കിലും ദോഷം വന്നു പോയാൽ അത് നിങ്ങളെ പുനരധിവസിപ്പിക്കാൻ എല്ലാ സംവിധാനവും ഈ സർക്കാർ ചെയ്യും. ആരെയും പുറത്തേക്ക് ഇറക്കി വിടില്ല, വഴിയാധാരാക്കൂല എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് തയ്യാറല്ല. ഞങ്ങൾ ഈ സ്ഥലത്തു നിന്നും പോകില്ല. ഞങ്ങളുടെ കാരണന്മാരും എല്ലാം മറവ് ചെയ്തേക്കുന്ന സ്ഥലം ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു പോകില്ല. അത് ഞങ്ങളുടെ അമ്പലമുണ്ട്, പിന്നെ ഒരു കാവുണ്ട്. ഇതിനൊക്കെ ഞങ്ങൾ സംരക്ഷിക്കണ്ടേ. ഇത് ഇട്ടെറിഞ്ഞ് ഞങ്ങൾ പോകില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടെന്ന വാർത്തകൾ നിഷേധിച്ച് KK രമ MLA. താൻ ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചെന്ന വാസ്തവവിരുദ്ധമായ വാർത്ത പുറത്തുവിട്ട മാധ്യമത്തോട് വിശദീകരണം ചോദിക്കുമെന്നും KK രമ 24-നോട് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് KK രമ MLA ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചെന്ന റിപ്പോർട്ടർ TV വാർത്ത വസ്തുതാവിരുദ്ധം. വാർത്തയ്ക്കെതിരെ KK രമ തന്നെ രംഗത്തു വന്നു. താൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് KK രമ MLA 24-നോട് പറഞ്ഞു. ചേച്ചി 24-നാണ് വിളിക്കുന്നത്. പുനരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ KK രമ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല. വാസ്തവവിരുദ്ധാണല്ലേ? TP വധത്തിലെ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് RMP നേതൃത്വവും വ്യക്തമാക്കി. KK രമ രമേശ് ചെന്നിത്തലയെ സമീപിച്ചെന്ന വാർത്ത ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും നിഷേധിച്ചിട്ടുണ്ട്. 2012-ലാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് RMP നിയമപോരാട്ടം തുടരുന്നതിനിടെയാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത്. S വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. 24 എക്സ്ക്ലൂസീവ്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ മുഖ്യസൂത്രധാരൻ ബിലാൽ റിമാൻഡിൽ. ഒരു യുവതിയെ വിദേശത്ത് എത്തിച്ചാൽ ബിലാലിന് ലഭിക്കുക 1 ലക്ഷം രൂപ വരെ. 1-ാം പ്രതി സിന്ധു കുറ്റസമ്മതം നടത്തിയെന്ന പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 3-ാം പ്രതി അലീന സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ 24 ഇന്ന് പുറത്തുവിട്ടു. യുവതികളെ ദുബായിലേക്ക് എത്തിച്ച് റാക്കറ്റിനെ നിയന്ത്രിച്ചത് ബിലാൽ എന്നാണ് കണ്ടെത്തൽ. ദുബായിൽ വെച്ചാണ് ബിലാൽ 1-ാം പ്രതി സിന്ധുവുമായി പരിചയത്തിലായത്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങി.
പിന്നീട് നിരവധി യുവതികളെയാണ് ദുബായിലേക്ക് എത്തിച്ചത്. വൻ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി. ബിലാൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 50,000 to 1 lakh ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ കേസിലെ മൂന്നാം പ്രതി അലീന ഇടനിലക്കാരുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വന്നു. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. കൊച്ചിയിലെ ഗുണ്ടാ നേതാവും അലീനയുടെ സുഹൃത്തുമായ ഔറംഗസേബിലേക്കും പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവിന് നിരവധി തവണ പണം എത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പരാതികളും അറസ്റ്റും ഉണ്ടാകും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. രക്തന്യൂ ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാകും. നിലവിൽ ചീഫ് ഇലക്ഷൻ ഓഫീസറാണ് അദ്ദേഹം. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ. അനൂപ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി വരും എന്നുള്ളതായിരുന്നു നേരത്തെ നമ്മൾ കരുതിയിരുന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സെക്രട്ടറി പോസ്റ്റിലേക്കാണ് ആളെ നിയമിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ചീഫ് ഇലക്ഷൻ ഓഫീസറായിട്ടുള്ള രത്തൻ കേൽക്കർ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചീഫ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് തൊട്ടു മുൻപാണ് കേരള കേഡർ ഉദ്യോഗസ്ഥരായിട്ടുള്ള രത്തൻ കേൽക്കർ ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നത്. ശേഷം SIR നടത്തിപ്പ് കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ ജനകീയമാക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അദ്ദേഹത്തെ കൂടുതൽ പോപ്പുലർ ആക്കിയിരുന്നു. മാത്രമല്ല, വോട്ടിംഗ് ശതമാനത്തിലെ വർധനമടക്കമുള്ള കാര്യങ്ങൾ രത്തൻ കേൽക്കർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഇടപെടൽ കൊണ്ടുകൂടിയാണ് എന്നുള്ള വിലയിരുത്തലും വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്. 2003 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. നേരത്തെ കണ്ണൂർ ജില്ലാ കളക്ടറായിട്ട് അടക്കം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് പരിഗണിച്ചുകൊണ്ടുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് രത്തൻ കേൽക്കറെ എത്തിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഉത്തരവ് ഇന്ന് രാത്രിയോ അതല്ലെങ്കിൽ നാളെയോ പുറത്തിറങ്ങും എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അനൂപ്, അത് തന്നെയാണ്. ഗുഡ് ബുക്കിൽ ഇടം നേടിയ ഒരു ഉദ്യോഗസ്ഥനാണ് രത്തൻ ഖേൽക്കർ. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാകും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഉടൻ ഉത്തരവിറങ്ങും എന്നാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി കേരള ഹൗസിൽ ഫ്ലെക്സിനെ ചൊല്ലി തർക്കം. ഇടത് സംഘടനാ നേതാവിനെ കേരള ഹൗസ് റെസ്റ്റോറന്റ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാപിച്ച ബോർഡിനെ ചൊല്ലിയാണ് തർക്കം. മുഖ്യമന്ത്രിക്ക് സ്വാഗതമേകി സ്ഥാപിച്ച ബോർഡ് വെച്ചെന്ന് കോൺഗ്രസ് സംഘടനാ നേതാക്കൾ ആരോപിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഡൽഹിയിലെ ഈ ഫ്ലെക്സ് തർക്കത്തിന്റെ കാരണം കൃത്യമായ എന്താണ് വിവരങ്ങൾ? അനൂപ്, അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരള ഹൗസിലേക്ക് എത്തും. ഡൽഹിയിലെത്തി അദ്ദേഹം നേരെ എത്തുന്നത് കേരള ഹൗസിലേക്കാണ്. കേരള ഹൗസിൽ അദ്ദേഹത്തിന് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ 2 ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. രണ്ടും കേരള NGO അസോസിയേഷന്റെ ഫ്ലെക്സ് ബോർഡുകളാണ്. ഇതിനിടയിലേക്കാണ് ഇടതുപക്ഷ സംഘടനാ നേതാക്കളുടെ ബോർഡുകൾ, അതും RCക്കെതിരായിട്ടുള്ള റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറിനെതിരായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ, അന്യായമായിട്ട് ആളുകളെ സസ്പെൻഡ് ചെയ്ത നടപടികൾ പിൻവലിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെച്ചത്. അതും ഈ 2 ബോർഡുകളുടെ നടുവിലായിട്ട് ഏകദേശം ഈ ഭാഗത്തോളമായിട്ടാണ് ആ ഫ്ലെക്സ് ബോർഡ് വെച്ചത്. എന്നാൽ അത് ഈ മുഖ്യമന്ത്രി വി ഡി സതീശന് സ്വാഗതം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളെ മറയ്ക്കുന്നു എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് സംഘടനാ നേതാക്കൾ രംഗത്തേക്ക് എത്തുകയായിരുന്നു. അതായത് കേരള ഹൗസിലെ തന്നെ ജീവനക്കാരാണ് അവർ രംഗത്തേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഈ 2 സംഘടനാ ആളുകളും തമ്മിൽ ചെറിയൊരു തർക്കം രൂപപ്പെട്ടു. അതിൽ തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ആ ബോർഡ് ഇവിടെ നിന്നും എടുത്തു മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് ഈ പറയുന്ന ഇടതുപക്ഷ സംഘടനാ നേതാക്കൾ ആ ബോർഡ് തിരിച്ച് ഇവിടെ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തൊട്ടു പിന്നാലെ എത്തിയ അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷണർ അശ്വതിന്റെ നേതൃത്വത്തിൽ ഈ ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ ഇവിടെ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നത്. അതും കേരള ഹൗസിന്റെ പുറകു ഭാഗത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ അസിസ്റ്റന്റ് ലൈസണൽ ഓഫീസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജയപ്രസാദിനെ സസ്പെൻഡ് ചെയ്ത നടപടിയാണ്. ആ നടപടിക്കെതിരെയാണ് വലിയ തോതിൽ റെസിഡന്റ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധം ഒരു അതിര് വിട്ടുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് ആ ദൃശ്യത്തിൽ ആ ഒരു ഫ്ലെക്സ് കാണാം. ഈ ഫ്ലെക്സ് ആയിരുന്നു നേരത്തെ ഇവിടെ മുഖ്യമന്ത്രി വി ഡി സതീശന് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ആ ഒരു ബോർഡിന് അടുത്തേക്കായിട്ട് വെച്ചിരുന്നത്. പിന്നീട് ചെറിയ തർക്കം രൂപപ്പെടുകയും അത് ഇവിടെ നിന്നും എടുത്ത് കേരള ഹൗസിന്റെ പുറകു വശത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും ഈ ഇടതുപക്ഷ സംഘടനാ അനുകൂലികൾ ഇവിടേക്ക് വീണ്ടും ഈ കേരള ഹൗസിന്റെ മുൻവശത്തേക്ക് ഈ ഫ്ലെക്സ് ബോർഡ് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത്
എന്തായാലും ഇത് ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നിലവിൽ ഇടത് സംഘടനാ അനുകൂലികൾക്ക് ഉള്ളത് എന്ന് പറയാൻ സാധിക്കും. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇത്തരത്തിൽ റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറിനെതിരെ വലിയ തോതിൽ ഈ സംഘടനാ അനുകൂലികൾ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ അന്യായമായി നടത്തുന്ന സസ്പെൻഡ് നടപടികൾക്കെതിരെ അദ്ദേഹം പിൻവലിക്കണമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു. അക്കാര്യങ്ങൾ അടക്കം സൂചിപ്പിച്ചാണ് നേരത്തെ വി.ഡി. സതീശന് സ്വാഗതം അർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ബോർഡുകൾക്ക് അടുത്തേക്ക് ഈ ബോർഡ് വെച്ചത്. അതിന് റെസിഡന്റ് കമ്മീഷണർ ഭാഗത്തുനിന്നുണ്ടായ ഒരു മറുപടി എന്ന് പറയുന്നത് ഇപ്പോൾ ആ ബോർഡ് വെച്ചിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് സ്വാഗതമേകിയുള്ള ബോർഡിന്റെ അടുത്താണോ അതോ അവർ അത് മാറ്റിയാണോ വെച്ചിരിക്കുന്നത്? ഇപ്പോൾ അനൂപ്, നിലവിൽ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത് കേരള ഹൗസിന്റെ പ്രധാന കവാടത്തിനും പുറത്താണ്. അതായത് പ്രധാന കവാടത്തിന് മുൻവശത്താണ്. ഈ കേരള ഹൗസിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് കൃത്യമായി കാണാൻ സാധിക്കും. പക്ഷേ അപ്പോഴും കേരള ഹൗസിന്റെ പ്രധാന കവാടത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവിടെയാണ് നിലവിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്തായാലും വി.ഡി. സതീശന് സ്വാഗതം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകളടക്കം ഇല്ല എന്നുള്ള കാര്യം തന്നെ പറയാം. ഇത്തരത്തിൽ പ്രധാന കവാടത്തിന് പുറത്തായി ഈ ബോർഡ് സ്ഥാപിക്കണം എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ റെസിഡന്റ് കമ്മീഷണർ അടക്കം അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്ന കാര്യം. അതല്ലാതെ കേരള ഹൗസിന് അകത്ത് തന്നെ മറ്റു ബോർഡുകൾ, അതായത് വി.ഡി. സതീശന് സ്വാഗതം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾക്ക് അടുത്തായിരുന്നു ആദ്യഘട്ടത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി വെച്ചിരുന്നത്. പിന്നീടാണ് ചെറിയ തോതിൽ തർക്കമുണ്ടാകുകയും പിന്നീട് കോൺഗ്രസ് സംഘടനാ അനുകൂലികൾ ആ ഒരു ബോർഡ് കാണുകയും അത് വലിയൊരു തർക്കത്തിലേക്ക് പോവുകയും ബോർഡ് ബലമായി അവിടെ നിന്നും എടുത്തു മാറ്റുന്ന അവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോയതും ഏറ്റവും ഒടുവിലായിട്ട് അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷൻ നേതൃത്വത്തിൽ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് എടുത്ത് കേരള ഹൗസിന് പുറകിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അവിടെ നിന്നാണ് ഇപ്പോൾ എടുത്തുകൊണ്ടുവന്ന് കേരള ഹൗസിന്റെ മുൻവശത്ത് തന്നെ, എന്നാൽ പ്രധാന കവാടത്തിന് മുന്നിലായി ഇപ്പോൾ എന്തായാലും സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരള ഹൗസിന് അകത്തേക്ക് കയറുന്ന കേരള ഹൗസിലാണ് ഇപ്പോൾ ഒരു ഫ്ലെക്സ് തർക്കം ഉണ്ടായിരിക്കുന്നത്. ഇടത് സംഘടനാ നേതാവിനെ കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാപിച്ച ബോർഡിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ ബോർഡ് മാറ്റി പുറത്തേക്ക് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷനായി വരുന്നത്. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് അടച്ചുപൂട്ടലിലേക്കെന്ന് സൂചന. ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് ക്ലബ്ബുകളുടെ സംയുക്ത പ്രസ്താവന. ലീഗിന് വ്യക്തമായ ഘടനയില്ല. AIFFന് മുന്നിൽ പുതിയ നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ടെന്നും ക്ലബ്ബുകൾ പറയുന്നുണ്ട്. അസ്ഹർ ബിൻ അസീസ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. അസ്ഹർ, ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ നമുക്കറിയാം. അതും പൂട്ടലിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് 24 ആണ്, ബ്രേക്ക് ചെയ്തത് 24 ആണ്. ഇപ്പോൾ ഈ ISL തന്നെ ഒരു പക്ഷേ നിർത്തേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അനൂപ്, തീർച്ചയായും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരം ദ ലാസ്റ്റ് ഡാൻസ് എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടിയാണ് അവസാന ഹോം മത്സരം നടന്നത്. ഒരുപക്ഷെ അടുത്തൊരു സീസണിൽ ക്ലബ്ബ് ഉണ്ടാകുമോ എന്നോ അല്ലെങ്കിൽ ISL എന്നുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് തന്നെ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക നേരത്തെ തന്നെ ക്ലബ്ബുകൾ പങ്കുവച്ചിരുന്നതാണ്. പ്രധാനമായും ഈ ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ആശങ്കകൾ നിലനിന്നിരുന്നത്. ഈ സീസൺ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ സീസൺ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ തന്നെ വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. പല ക്ലബ്ബുകളും വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. ഹൈദരാബാദ് ടീമിൽ നിന്നടക്കം താരങ്ങൾ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പലർക്കും താരങ്ങൾക്ക് ആവശ്യമായ പല സൗകര്യങ്ങളും ഒരുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും പല സൂപ്പർ താരങ്ങളും ക്ലബിൽ നിന്ന് പിന്മാറിയിരുന്നു. അത് ഈ ടൂർണമെന്റ് തുടങ്ങാൻ അല്ലെങ്കിൽ ഈ സീസൺ തുടങ്ങാൻ വൈകിയതിൻ്റെ ഫലമായാണ് ലൂണ ഉൾപ്പെടെയുള്ള താരങ്ങൾ പിന്നോട്ട് പോയത്. ഈ സീസണിൽ ലൂണ ഉൾപ്പെടെയുള്ള താരങ്ങൾ കളിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൊത്തത്തിൽ ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ക്ലബ്ബുകൾ സംയുക്തമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ടൂർണമെന്റിന്റെ നടത്തിപ്പിൽ തങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി പങ്കുവച്ചിട്ടുണ്ട്. വലിയ നഷ്ടത്തിലേക്ക് ടീമുകൾ പോകുന്നു. ടൂർണമെന്റിന്റെ പ്രക്ഷേപണം പോലും ഏറ്റെടുക്കാൻ ചാനലുകളോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് പ്രക്ഷേപണം പോലും ഏറ്റെടുക്കാൻ ആരും എത്താത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ക്ലബ്ബുകൾക്കും ടൂർണമെന്റുകൾക്കുമുണ്ട്. എന്ന് ടൂർണമെന്റ് തുടങ്ങും, എപ്പോൾ അവസാനിക്കും, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ലബ്ബുകൾ പറയുന്ന മറ്റൊരു കാര്യം ഈ പ്രസ്താവനയിലുള്ളത്, തങ്ങൾ ഈ ISLന്റെ ഇപ്പോഴുള്ള നടത്തിപ്പിന് പകരമായി ഒരു മോഡൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ബദലായിക്കൊണ്ടുള്ള ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു നിലപാട് കൂടി ക്ലബ്ബുകൾ എടുക്കുന്നുണ്ട്. എന്തായാലും ഈ ടൂർണമെന്റിന്റെ നടത്തിപ്പിൽ വ്യക്തതയുണ്ടാക്കുക, സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാക്കുക തുടങ്ങിയവയിൽ ഒരു കൃത്യമായ നിലപാട് വന്നാൽ മാത്രമേ ക്ലബ്ബുകൾക്ക് ഇനി ISLൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും വലിയൊരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടുത്തൊരു സീസൺ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അനൂപ്, അത് തന്നെയാണ് അസ്കർ. ഈ ലീഗിന് വ്യക്തമായ ഘടന ഉണ്ടാകണം. ഒപ്പം തന്നെ
AFF മുന്നിൽ പുതിയ നിർദ്ദേശങ്ങൾ വയ്ക്കുമ്പോൾ ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ക്ലബ്ബുകൾക്കൊപ്പം നിന്നാൽ മാത്രമേ അടുത്ത സീസൺ ISL ഉണ്ടാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങളും. അസഹർ ബിൻ അസീസാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എതിർപ്പ് അവഗണിച്ച ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതിന് പിന്നാലെ സർക്കാരിൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ ലത്തീൻ സഭ. ബോർഡുകളിലും കോർപ്പറേഷനുകളിലും ഉന്നത പദവികൾ വേണമെന്ന് ലത്തീൻ സഭാ പ്രതിനിധികൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുമായി ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകരുതെന്ന ആവശ്യം UDF തള്ളിയതോടെയാണ് ബോർഡുകളിലോ കോർപ്പറേഷനുകളിലോ ഉന്നത പദവികൾ നൽകണമെന്ന ആവശ്യം ലത്തീൻ സഭ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയെയും KPCC അധ്യക്ഷനെയും കണ്ടാണ് ലത്തീൻ സഭാ പ്രതിനിധികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആവശ്യം നേടിയെടുക്കും വരെ വിട്ടുവീഴ്ചയില്ലാതെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് നീക്കം. അതേസമയം ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ ബിഷപ്പ് ഹൗസിലെത്തി ലത്തീൻ സഭാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു സ്വാഭാവികമായ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു. പിതാവായിട്ട് കണ്ടു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. എന്നോട് ഒന്നും പറഞ്ഞില്ല, എന്നോട് സൗഹൃദമാണ് പങ്കിട്ടത്. സൗഹൃദപരമായി മുന്നോട്ട് പോകുമെന്ന് ലത്തീൻ സഭാ പ്രതിനിധി ബീഡ് മനോജ്. ചില ചരടുവലികളും നാടകങ്ങളും കാരണമാണ് നമുക്ക് കിട്ടേണ്ട പ്രാതിനിധ്യം നമുക്ക് മന്ത്രിസഭയിലും കിട്ടാതെ പോയി, ലഭിക്കേണ്ട ഒരു വകുപ്പും നമുക്ക് ലഭിക്കാതെ പോയത്. അപ്പോൾ അതിൽ ആശങ്ക ഉണ്ടായിരുന്നു. അത് സൗഹൃദപരമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചത് തീർക്കും. നേതാക്കൾ തങ്ങളുടെ ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ലത്തീൻ സഭ. 24 തിരുവനന്തപുരം. UDF സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നടപ്പിലാക്കാൻ കടമ്പകൾ ഏറെയാണ്. പദ്ധതി നടപ്പിലാക്കിയാൽ KSRTCക്ക് 3 മാസത്തിൽ 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഏതൊക്കെ സർവീസുകളിൽ ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ജൂൺ 15 മുതൽ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പ്രതികരിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നടപ്പിലാക്കുമ്പോൾ KSRTC നേരിടാൻ പോകുന്നത് വലിയ സാമ്പത്തിക നഷ്ടം. എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്രയെങ്കിൽ 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. ആനുകൂല്യം ഓർഡിനറി ബസ്സിൽ മാത്രമായാൽ 57 കോടി, സിറ്റി, ഫാസ്റ്റ്, ഓർഡിനറി ബസ്സിൽ 90 കോടി രൂപ എന്നിങ്ങനെയാണ് നഷ്ടക്കണക്ക്. കഴിഞ്ഞ 3 മാസത്തെ മാത്രം കണക്കെടുക്കുമ്പോഴാണ് ഭീമമായ സംഖ്യയിലേക്ക് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് KSRTC MD ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറി. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും ഗതാഗത വകുപ്പ് മന്ത്രി. അപ്പോൾ അത് നടപ്പാക്കണം. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എടുത്തപ്പോൾ ഇതൊരു ഭാരം എന്നതിനേക്കാൾ ഉപരി ഇത് വലിയൊരു സാധ്യതയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. 15-ാം തീയതി നിങ്ങൾ സ്ത്രീകൾക്ക് ഇപ്പോൾ ഇല്ലാത്ത ആനുകൂല്യം, യാത്രാ ആനുകൂല്യം KSRTCന്ന് കിട്ടും. എന്നാൽ ഇതിനുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തുമെന്നതിൽ സർക്കാരിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. 140 കിലോമീറ്റർ വരെയുള്ള ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ആനുകൂല്യമെന്നാണ് സൂചന. ദീർഘദൂര ബസ്സുകളും പരിഗണനയിലുണ്ടെങ്കിലും അത് ആഴ്ചയിൽ 3-4 ദിവസമായി ചുരുക്കിയേക്കും. പദ്ധതി സ്വകാര്യ ബസ് സർവീസുകളെ ബാധിക്കുമെന്ന ആശങ്കയും വിവിധ സംഘടനകൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി വന്ന് ബസ് കയറാൻ വരുമ്പോൾ ഒരാൾക്ക് ഫ്രീ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഭർത്താവും കൂടി ആ ബസ്സിൽ കയറാവുന്ന സാഹചര്യം ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായും തൊഴിൽ മേഖലയാണത്. അപ്പോൾ ഈ തൊഴിൽ മേഖല അപ്പാടെ ഇല്ലാതെയാവും. സ്വകാര്യ ബസ് ജീവനക്കാരെ കൂടി പരിഗണിച്ചു വേണം UDF സർക്കാരിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കാൻ. 24 തിരുവനന്തപുരം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിയത് സുരക്ഷാ ആശങ്കയെ തുടർന്ന്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നീക്കം. അതിനിടെ അക്കൗണ്ട് പൂട്ടണമെന്നാവശ്യപ്പെട്ട് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയ്ക്ക് വധഭീഷണി സന്ദേശം ലഭിച്ചു. അക്കൗണ്ട് പൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടിയെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. നടപടി അപഹാസ്യമെന്ന് ജോൺ ബ്രിട്ടാസ് MP 24നോട് പറഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ പൂട്ടിയത്. അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമെന്ന് ചൂണ്ടിക്കാട്ടി IT ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടി. അതിനിടെ തനിക്ക് വധഭീഷണി ലഭിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ആരോപിച്ചു. പണം വാങ്ങി അക്കൗണ്ട് പൂട്ടണമെന്നും അല്ലെങ്കിൽ അമേരിക്കയിലാണെങ്കിലും വധിക്കുമെന്ന ഭീഷണി സന്ദേശം അഭിജിത്ത് ദീപ്കെ എക്സ് ഹാൻഡിൽ ഷെയർ ചെയ്തു. CJPയോടുള്ള സമീപനം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. അഭിപ്രായ പ്രകടനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MPയും പുകയുന്ന ജനരോക്ഷമെന്ന് ഡോക്ടർ ശശി തരൂർ MPയും പ്രതികരിച്ചു. ഒരു സുപ്രീം കോടതി മുഖ്യ ന്യായാധിപൻ
തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാറ്റയെന്നും പരാന്നജീവികൾ എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ എവിടേക്കാണ് ഈ ചെറുപ്പക്കാർ പോകേണ്ടത്? അവരുടെ രോഷം എവിടേക്കെങ്കിലും ചാനലൈസ് ചെയ്യണ്ടേ? അതിൻ്റെ ഒരു വെന്റിലേഷനാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ ഓഗി ജനതാ പാർട്ടി അഥവാ OJP എന്ന പുതിയൊരു പാർട്ടി കൂടി സോഷ്യൽ മീഡിയയിൽ രൂപമെടുത്തിട്ടുണ്ട്. പാർട്ടികളെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. അഭിജിത് ദീപ് കെയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായി ബന്ധമുണ്ടെന്നാണ് ഓഗി ജനതാ പാർട്ടിയുടെ ആരോപണം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.